കെ.ടി. ജലീലിനെതിരെ ആഞ്ഞടിച്ച് പി.വി. അൻവർ. മുസ്ലിം മലപ്പുറം വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനെ പിന്തുണക്കാൻ ഒരു ഇടതുപക്ഷ നേതാക്കളാരും വന്നിട്ടില്ല. എന്നാൽ കെ.ടി. ജലീൽ വന്നത് എന്തിനാണെന്ന് കെ.ടി. ജലീൽ വ്യക്തമാക്കണമെന്ന് പി.വി. അൻവർ ആവശ്യപ്പെട്ടു. ജലീൽ പറയുന്നത് ആരും വിശ്വസിക്കില്ല. അത് ജലീലിനും അറിയാം. അതാണ് ഖുറാനെ കയ്യിൽ പിടിക്കുന്നത്. ജലീലിന്റെ കയ്യിൽ എപ്പോഴും രണ്ട് സഞ്ചികളുണ്ടാകും. ഒന്നിൽ ഖുറാനും മറ്റൊന്നിൽ യൂത്ത് ലീഗുകാർ ഉടുത്ത തുണിയുമാണെന്ന് പി.വി. അൻവർ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയാണ് സിപിഎം. അതിനെ പ്രതിരോധിക്കാൻ യു.ഡി.എഫിലെ ഒരു മുതിർന്ന നേതാവും തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അറ്റകുറ്റപ്പണി മന്ത്രിയായി മാറി. ഫറൂഖ് പാലം ഉദാഹരണമാണ്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് വർഗീയതയല്ല എന്ന ഖുറാൻ പിടിച്ചു പറയാൻ ജലീലിന് ധൈര്യമുണ്ടോ? ബഹാവുദ്ദീൻ നദ്വിയെക്കുറിച്ച് സിപിഎം പറയുന്നത് കേട്ട് ഞെട്ടിപ്പോയി. ഒരു പണ്ഡിതനെ പെണ്ണുപിടിയാനാണെന്നാണ് പറഞ്ഞതെന്നും അൻവർ ആരോപിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം പ്രതിപക്ഷ നേതാവിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു. ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയാണ്. ജലീൽ വൃത്തികെട്ട പ്രസ്താവന നടത്തുമ്പോൾ ഖുറാൻ കൂട്ടുപിടിക്കരുത്. തവനൂർ വേണമെങ്കിൽ ജലീൽ മത്സരിക്കട്ടെ. അതിനുവേണ്ടി ഇങ്ങനെയൊന്നും കാട്ടിക്കൂട്ടേണ്ടതില്ല. കുറച്ചുകാലം ജലീൽ എന്റെ കൂടെയും ഉണ്ടായിരുന്നു. SNDP ചെയർമാൻ നിലമ്പൂരിൽ വന്ന് നടത്തിയ യോഗവും അതിന് നടത്തിയ വളരെ മോശപ്പെട്ട വർഗീയ പ്രസ്താവനയും, ആ വർഗീയ പ്രസ്താവനയെ ആദ്യമായി എതിർത്ത് ഫസ്റ്റിൽ അതിനെ മറുപടി നൽകിയത് തന്നെ അദ്ദേഹത്തിന്റെ തന്നെ സമുദായത്തിൽപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളാണ്. അവിടെ BDJS പിന്തുണച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് നിങ്ങൾക്കറിയാം. ആ വർഗീയത ഈ മണ്ണിൽ വിലപ്പോവില്ല എന്ന് അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് നടത്തി 2 മാസം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ആവർത്തിച്ച് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആവർത്തിച്ച് ഇദ്ദേഹം ഈ പ്രസ്താവനകൾ അതിലേറെ മോശമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശ്വാസം മുട്ടി മരിക്കുന്നു, മുസ്ലിങ്ങൾ പെറ്റു പന്നികളെ പോലെ, അദ്ദേഹം പറഞ്ഞത് പെറ്റുകൂട്ടുന്നു എന്നാണ്. അപ്പോ സംഘി വിഭാഗം അതിന്റെ മുകളിൽ പന്നികളെ പോലെയെന്നും കൂടി എഴുതി ചേർത്ത് ആ ചർച്ചകൾ, ഇങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ, അദ്ദേഹത്തിന്റെ തന്നെ മുഖം വികൃതമായി കേരള സമൂഹത്തിൽ അദ്ദേഹത്തിന് ആളുകൾക്കുണ്ടായിരുന്ന വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഇഷ്ടം ഒക്കെ പോയി. ഇതൊന്നും അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം പറയുന്നതാണ് എന്ന് വ്യക്തിപരമായി വിശ്വസിക്കാത്ത ആളാണ്. ഇതിന്റെ ഒക്കെ പിന്നിൽ സഖാവ് പിണറായി വിജയനാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അതിന്റെ തെളിവ് ഇപ്പൊ ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രസ്താവന എന്താ പറഞ്ഞത്? പിണറായി 3ാം വരവിനെ തടയാൻ ഇവിടെ പ്രതിപക്ഷം ശ്രമിക്കുകയാണ്. അതുകൊണ്ട് 3ാം വരവും പിണറായി തന്നെ വരും എന്നാരാ പറയുന്നത്? ഇദ്ദേഹമാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞ ആ വ്യക്തിയെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉത്തരവാദിത്തപ്പെട്ട കമ്മ്യൂണിസം ഉൾക്കൊള്ളുന്ന നേതാക്കന്മാരാരും ഈ വിഷയത്തിൽ ഒന്നും വേണ്ടിയിട്ടില്ല. ആകെ അതിനെ പിന്തുണക്കാൻ വന്നത് ബഹുമാന്യനായ ശ്രീ കെ.ടി. ജലീലാണ്. ഇന്നലെ ന്യൂസ് 18 കൊടുത്ത അദ്ദേഹത്തിന്റെ പ്രസ്താവന, ആ ഇന്ററാക്ഷനിൽ അദ്ദേഹം പറയണേ, അങ്ങനെയൊന്നല്ലല്ലോ പറഞ്ഞത്. എന്നോട് പറഞ്ഞല്ലോ ആര്? വെള്ളാപ്പള്ളി. കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ട് ജലീലിനെ മാത്രം വീട്ടിൽ വിളിച്ച് സ്വകാര്യമായിട്ട് പറഞ്ഞു എന്നാ പറയുന്നത്. എന്ത്? ജലീലെ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലേ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ ഉദ്ദേശിച്ച ലീഗിനെയാണ്. ആരാ പറയുന്നത്? ശ്രീ കെ.ടി. ജലീൽ. ആരെയാണ് അദ്ദേഹം കോട്ടന്മാരാക്കുന്നത്? ഈ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായിട്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു വാക്ക് ഈ കഴിഞ്ഞ 4-5 പ്രസ്താവനകളിൽ എവിടെയെങ്കിലും ശ്രീ വെള്ളാപ്പള്ളി ഉപയോഗിച്ചിട്ടില്ല. മുസ്ലിം സമുദായം, AP ഉസ്താദ്, ലീഗ് നേതാവാ, ജലീലിന് മറുപടി പറയണം. വ്യക്തിപരമായി പറഞ്ഞില്ലേ? പിന്നെ ആരെ പറയാൻ ബാക്കി? എങ്ങനെയാ പറഞ്ഞത്? മലബാറിലെയും മലപ്പുറത്തിലെയും മുസ്ലിം സമുദായ നേതാക്കന്മാര് പറഞ്ഞാൽ UDFന്റെ നേതാക്കന്മാര് ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കും, കിടക്കാൻ പറഞ്ഞാൽ കാല് നക്കും. എന്തുമായി ബന്ധപ്പെട്ട ആ മദ്രസ സമയത്തിന്റെ ഒരു വിഷയത്തിലാണ് ഇത്ര വിഷലിപ്തമായ രീതിയിൽ ഭാഷ ഉപയോഗിച്ചത്. ഇനി ആരെങ്കിലും വിട്ടിട്ടുണ്ടോ? ഈ മഹാൻ ഇവിടെ എന്താ പറയാ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നല്ലോ. എന്ത് ചുക്കാണ് ഈ നാടിൽ ചെയ്യാൻ സാധിച്ചത്? എന്ത് ചെയ്തു? ഞങ്ങളിപ്പോ മലബാറിന്റെ അവികസിതാവസ്ഥയെ കുറിച്ച് വലിയ സെമിനാറുകൾ നടത്തുന്നു. ജനസംഖ്യ അടിസ്ഥാനത്തില് നാട്ടിലെ ജില്ലകൾ വിഭജിക്കണം എന്ന് പറയുന്നു. എന്താ ജില്ലയുടെ അഭിപ്രായം? എന്താ ഇതിലൊന്നും ഒരു അഭിപ്രായം പറയാത്തത്?
ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് കുടുംബക്കാരനെ എന്തൊക്കെ ആക്കി കൊടുത്ത് കേസായി മന്ത്രിസ്ഥാനം പോയി എന്നല്ലാതെ ഈ സമൂഹത്തിന് വേണ്ടി ഈ സമുദായത്തിന് വേണ്ടി എന്താ ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ എന്നിട്ട് ഖുർആനിട്ട് നടക്കുക. ഇതിലും വലിയൊരു വഷളത്തരം ഉണ്ടോ? ഇതിലും വലിയൊരു വഷളത്തരം. ഇത് ഭരണഘടനാ വിരുദ്ധാണ്, സത്യപ്രതിജ്ഞ ലംഘനാണ്. മതം രാഷ്ട്രീയത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് വളരെ കൃത്യമായി പറയുമ്പോഴാണ് മൂപ്പര് ഈ ഖുർആനിട്ട് നടക്കുന്നത്. ആരത് വിശ്വസിക്കുക? അപ്പൊ മൂപ്പർക്ക് തന്നെ അറിയാം, മൂപ്പര് പറഞ്ഞ ആരും വിശ്വസിക്കൂല. അപ്പൊ ഈ ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് അതൊരു വികാരമാണ്, ഏത് സമുദായത്തെ സംബന്ധിച്ചും അവരുടെ മതഗ്രന്ഥങ്ങൾ. അപ്പൊ ആരും കൂട്ടിന് കിട്ടായിട്ട് കൊണ്ടുവന്ന് നടക്കുന്ന, അതിന് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഈ എന്ത് പറയുന്ന ഈ പരിശുദ്ധ ഖുർആൻ. ജലീൽ ഇപ്പോഴും നിർത്തിയിട്ടില്ല. ഒരു ബാഗിൽ ഇന്നലെ ഇപ്പൊ ഞാൻ കണ്ടു, അതിൽ മുമ്പിൽ ഒരു സഞ്ചിന്ന് കുറെ സാധനങ്ങൾ എടുക്കുന്നുണ്ട്. ഇപ്പൊ 2 സഞ്ചിയായിട്ട് നടക്കുന്നത്. ഒരു സഞ്ചിയിൽ ഖുർആൻ, മറ്റേതില് യൂത്ത് ലീഗുകാർ ഉടുത്ത് കഴുകിയ കുറെ തുണി, മനസ്സിലായോ? പിന്നെ കഴുകാത്ത തുണി ഇന്നെടുക്കായിട്ട് ഇങ്ങനെ നടക്കുക. ഒരു മനുഷ്യനെ പ്രാന്തായ എന്ത് ചെയ്യാൻ പറ്റും? അയാളൊരു പ്രൊഫസറല്ലേ, ഡോക്ടർ കെ.ടി. ജലീൽ. എന്തിനാ ഈ ഡോക്ടർമാരെയും പ്രൊഫസർമാരെയൊക്കെ ഇത്ര ഈ ഭാഷാത്തരത്തിലാക്കി വെക്കുന്നത്? എന്നിട്ട് എന്താ പറയുക, ഇതിന്റെ മുകളിൽ സ്റ്റിക്കർ ഉണ്ട്. എന്താ തുണിന്റെ കമ്പനിയുടെ പേര്? രാംരാജ്. മൂപ്പര് രാംരാജ് കാര്യമായിട്ട് എന്തോ കൊടുത്തിട്ടുണ്ടോ എനിക്ക് സംശയമുണ്ട്. കാരണം രാംരാജിന്റെ സ്റ്റിക്കർ കണ്ടില്ലേ? രാംരാജ് അതിൽ 700 റുപ്യ എന്തോ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, എത്ര ചാലഞ്ച് നടത്തിയവരാ നമ്മള്? എത്ര ചാലഞ്ച്? എന്തിനു വേണ്ടിയിട്ട്? ഈ നാടിന്റെ പല വിഷയങ്ങളിലും പൊളിറ്റിക്കൽ ഇഷ്യൂസിന് ഫണ്ട് ശേഖരണത്തിനൊക്കെ നടത്തില്ലേ? 100 റുപ്യന്റെ ബിരിയാണി നമ്മൾ 200, 300, 500 കൊടുത്ത് വാങ്ങുന്നില്ല. എന്താണ് അത്? ചിലപ്പം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടേതാകും, അല്ലെങ്കിൽ ഒരു വൃക്കരോഗിയുടേതാകും, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു വീട് വെച്ചു കൊടുക്കാനാകും. അതുമായി നമ്മൾ സഹകരിക്കുന്ന നമ്മുടെ ഒരു മനോഭാവത്തിന്റെ ഭാഗമായിട്ട് 100 രൂപയുടെ ബിരിയാണി 200 റുപ്യക്കും 300 റുപ്യക്കും 500 രൂപക്കും നമ്മൾ വാങ്ങുന്നുണ്ട്. അതിനോട് ആ താല്പര്യമുള്ളവര്. ഈസ്റ്റ് ലൈവ് മലപ്പുറം.